സ്വീഡനിലെ പഠന കേന്ദ്രത്തിൽ വെടിവയ്പുണ്ടായി. 10 പേർ കൊല്ലപ്പെട്ടു. അക്രമി മരിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തി. അക്രമിയെ വെടിവയ്പുണ്ടായത് 20 വയസ്സിന് മുകളിലുള്ളവരും കുടിയേറ്റക്കാരും പഠിക്കുന്ന ക്യാമ്പസിൽ. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ തത്സമയം ചേരുന്നു. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. കൃഷ്ണ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ അപ്ഡേറ്റ്സുകൾ വന്നോ? ഗുഡ് മോർണിംഗ് SKN. സ്വീഡനിലെ മുതിർന്നവർക്കായുള്ള ഒരു പഠന കേന്ദ്രത്തിലാണ് ഈ വെടിവയ്പ് ഉണ്ടായത്. മുതിർന്നവരെന്ന് പറയുമ്പോൾ 20 വയസ്സിന് മുകളിൽ ഉള്ളവർ പഠിക്കുന്ന ഒരു പഠന കേന്ദ്രമാണിത്. ഒപ്പം തന്നെ കുടിയേറ്റക്കാർ, ഔപചാരിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കാത്തവർ, അതേപോലെ തന്നെ ഉയർന്ന ഗ്രേഡുകൾ കിട്ടാൻ സാധിക്കാത്തവർ, ഇവർക്കൊക്കെ ഒരു ഡിഗ്രി എടുത്ത് സ്വീഡനിൽ തന്നെ ജോലി ചെയ്യാൻ ഒരു സൗകര്യം നൽകുക എന്ന ആ ഒരു ഉദ്ദേശത്തോടുകൂടി സ്ഥാപിച്ച ഒരു പഠന കേന്ദ്രത്തിലാണ് ഈ വെടിവയ്പ് നടന്നിരിക്കുന്നത്. ഈ വെടിവയ്പിൽ 10 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ആദ്യം വന്ന വിവരമെങ്കിലും ഇപ്പോൾ നമ്മൾ ആ പോലീസിന്റെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ 11 പേർ കൊല്ലപ്പെട്ടതായി കാണുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള ഓറിബ്രോ എന്ന സ്ഥലത്തിലുള്ള റിസ് ബർസ്ക എന്ന് പറയുന്ന ക്യാമ്പസിലാണ് വെടിവെപ്പ് നടന്നത്. ഇത് മുതിർന്നവർക്കായുള്ള ഒരു പഠന കേന്ദ്രമാണെങ്കിലും ഇതേ ക്യാമ്പസിൽ തന്നെയാണ് കുട്ടികൾക്കായുള്ള സ്കൂളും ഉള്ളത്. സാധാരണ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ അക്രമങ്ങൾ കുറവാണെങ്കിലും കഴിഞ്ഞ കുറേ കാലമായി സ്വീഡനിനുള്ളിൽ തന്നെയുള്ള ചില ഗ്യാങ് വാറുകൾ ഇവിടെ വളരെ സജീവമാണ്. യൂറോപ്യൻ യൂണിയനിൽ തന്നെ തോക്കുപയോഗിച്ചുള്ള അക്രമം ഏറ്റവും കൂടിയ രാജ്യമായി മാറിയിരിക്കുകയാണ് സ്വീഡൻ. എങ്കിലും സ്വീഡന്റെ പ്രധാനമന്ത്രി ഓൾഫ് ക്രിസ്റ്റേഴ്സൺ പറയുന്നത് ഇത് സ്വീഡിഷ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വെടിവയ്പ്പാണ്, ആക്രമണമാണ്. എന്നാൽ ഇതൊരു ഭീകരവാദ ആക്രമണമല്ല എന്നും പോലീസ് പറയുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. SK.